പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്നിട്ടുള്ള പരിമിതികൾ, പരാധീനത. ആ ജയിക്കാവുന്ന സീറ്റിൽ പലയിടത്തും തോൽക്കാവുന്ന സ്ഥാനാർത്ഥികളാണ് നിർത്തിയിട്ടുള്ളത്. ഏറ്റവും നല്ല ആളുകളെ ഫീൽഡ് ചെയ്തിട്ടില്ല. ചെറുപ്പക്കാരെ, സ്ത്രീകളെ, ഓരോ മണ്ഡലത്തിൻ്റെയും പല സവിശേഷതകളുണ്ട്. സാമൂഹികവും സാമുദായികവും രാഷ്ട്രീയവും ആയിട്ടുള്ള സവിശേഷതകൾ പരിഗണിച്ച് ഊർജ്ജസ്വലരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കണം. അത് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ ഒന്നൊറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല, വലിയൊരു തരംഗത്തിൽ അവരും കൂടി പാസ്സായി പോകും എന്നാണ് നമ്മുടെ അനുഭവം. നേരെ മറിച്ച് ഇതുപോലുള്ള സ്ഥാനാർത്ഥികൾ രണ്ടോ മൂന്നൊക്കെ വരുമ്പോൾ ആളുകളെ വീർപ്പിക്കും. ആ സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരം ജില്ല തന്നെ നോക്കിയാൽ മതി. വന്ന സ്ഥാനാർത്ഥികളായിട്ട് വന്നുള്ള ആരൊക്കെ അവർ ഏതേത് മണ്ഡലങ്ങളിൽ നിൽക്കുന്നു, അത് ജയാപജയ സാധ്യതകൾ പരിശോധിച്ചിട്ടോ പരിഗണിച്ചിട്ടോ ആണോ ഇവർക്ക് സീറ്റ് കൊടുത്തത്? അല്ല. സീറ്റ് കൊടുത്തിട്ടുള്ളത് മിക്കവാറും ജാതി മത സാമുദായിക സമവാക്യങ്ങൾ വെച്ചിട്ടും പിന്നെ AI ഗ്രൂപ്പ് പരിഗണന വെച്ചു, തിരുത്തൽവാദി തിരുമ്മൽവാദി പരിഗണന വെച്ചിട്ടുമൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഓരോ നേതാവും അവൻ്റെ പെട്ടി പിടിക്കുന്നവനെ ഓരോ സീറ്റിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും പേരെടുത്ത് പറയുന്നില്ല. പേരെടുത്ത് പറഞ്ഞാൽ മോശമാണ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനാർത്ഥികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഒരു മടുപ്പുണ്ടാവും. ഇവനെ കോട്ട് ചെയ്തിട്ട് എന്താ കാര്യം എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വർക്കല കഹാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സ്ഥാനാർത്ഥികൾ കുറേ നാൾ കഴിഞ്ഞ് വിട്ടു നിന്നിട്ട് വരുന്നതാണ്. അല്ലെങ്കിൽ ശക്തൻ നാടാർ 1977 തുടങ്ങിയതാണ്. അതെ, 1977 ആണ് അദ്ദേഹം ആദ്യം മത്സരിക്കുന്നത് കോവളം മണ്ഡലത്തിൽ. അങ്ങനെ എത്ര മണ്ഡലങ്ങളിൽ അദ്ദേഹം മാറി മാറി മത്സരിച്ചു. ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ പുള്ളി പുത്തിരി അംഗം കുറിക്കുകയാണ്. കാരണം ആ ഭാഗത്ത് അദ്ദേഹം മത്സരിക്കാത്ത ഒരു സീറ്റ് എന്ന് പറയുന്നത് നെയ്യാറ്റിൻകര മാത്രം ഉണ്ടാകും. നെയ്യാറ്റിൻകരയിൽ കൂടി മത്സരിച്ചിട്ട് വേണം പുള്ളിക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട പറഞ്ഞു പോകാനായിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ മത്സരിക്കുകയാണ്. പുള്ളി ജയിക്കാനും തോക്കാനും തുല്യ സാധ്യതയാണ്. ഞാൻ പറഞ്ഞത് ഇതുപോലെയൊക്കെയുള്ള സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ സ്വാഭാവികമായിട്ടും മടുക്കുമല്ലോ. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ UDF അനുകൂല സാഹചര്യത്തെ ഡൈലൂട്ട് ചെയ്യുന്ന ചില ഘടകങ്ങളാണ്. ഒന്ന്, ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് വന്നിട്ടുള്ള പാളിച്ച. രണ്ടാമത് എന്താണ്, ഈ വിരുദ്ധ വോട്ടുകളുടെ ഒരു ഭാഗം BJP കൂടി കൊണ്ടുപോകും എന്നുള്ളത്.